നമസ്കാരം. രമ്യാസ് പാനറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രമ്യ ബാലകൃഷ്ണൻ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെയല്ല, ഈവനിങ്ങിലും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. സ്റ്റഫ്ഡ് ബ്രൊക്കോളി ഇഡലി. അപ്പോൾ വളരെ ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പി റെഡിയാക്കി എടുക്കാൻ ആദ്യം തന്നെ ബ്രൊക്കോളി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ബ്രൊക്കോളി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കോളിഫ്ലവറോ കാബേജോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ബ്രൊക്കോളിയും കോളിഫ്ലവറും ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ, ഈ തോരനൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിയാൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം നല്ലോണം നമ്മുടെ ബ്രൊക്കോളി കഴുകിയെടുക്കണം. അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ്. ഇത് മുങ്ങാൻ പാകത്തിന് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഈ ബ്രൊക്കോളി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയൊരു ചൂടുണ്ടാവും. കൈവച്ച് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചോ തവി വെച്ചോ നമുക്കിത് മാറ്റാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ബ്രൊക്കോളി എടുത്തിട്ട് അതിൻ്റെ പൂ പോലുള്ള ഭാഗം നമുക്ക് ആദ്യം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വലിയ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും കൂടി ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ഇനി നമ്മൾ തണ്ടാണ് അരിയുന്നത്. തണ്ട് ആദ്യം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. അരിഞ്ഞെടുത്തിട്ടുള്ള ബ്രൊക്കോളി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ബ്രൊക്കോളി ആണെന്ന്. അപ്പം ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 2 കപ്പ് ഇഡലി മാവ് അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ബ്രൊക്കോളിയാണ്. കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് ബ്രൊക്കോളിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതിൻ്റെ അളവ് ബ്രൊക്കോളിയുടെ അളവ് നമുക്ക് കൂട്ടിയിട്ട് ഇടാം, കുറച്ചിട്ടിടാം. നമ്മുടെ ഇഷ്ടം പോലെ അതിലിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഞാനിപ്പോൾ മുളകിലൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ചതച്ച മുളകിൽ. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് തക്കാളി ചമ്മന്തിയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റഫ്ഡ് ഇഡ്ഡലിയാണല്ലോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഇഡലി പാത്രം നന്നായി എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഡലി മാവ്. അത് ഓരോ ടേബിൾ സ്പൂൺ വീതം, വലിയ സ്പൂണിന് ഓരോ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ടീസ്പൂണ്, ചെറിയ സ്പൂണിന് ഓരോ സ്പൂൺ വീതം ചമ്മന്തി, അത് നമ്മുടെ ഇഡലി മാവിൻ്റെ മുകളിലേക്ക് സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കാം. നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഇഡലി മാവ് എടുത്തിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഡലി മാവ് ഇത് കവർ ചെയ്യും വിധത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മതിയാവും. അപ്പോൾ നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. എല്ലാ ഇഡലി നമ്മൾ ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ മാവ് ഒരുപാട് ഇടുമ്പോൾ നമ്മൾ ഇഡലി വെന്ത് വരുന്ന സമയത്ത്
ഇഡലി ഇങ്ങനെ സ്പ്രെഡായിട്ട് വരും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ചമ്മന്തി നമ്മൾ ഇതിലിടുന്ന ചമ്മന്തി നമുക്ക് ഇഷ്ടമുള്ള ചമ്മന്തി ഇട്ട് കൊടുക്കാം. തേങ്ങാ ചമ്മന്തി വേണം, തേങ്ങാ ചമ്മന്തി, കുറച്ച് എരിവുള്ള സ്പൈസി ആയിട്ടുള്ള ചട്നി എന്ത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇഡലി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി വെക്കാം. കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇഡലി പാത്രത്തിൽ നിന്ന് ഇഡലി ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രൊക്കോളി ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ നടുവിലിടുന്ന ചമ്മന്തി നമുക്ക് ഇഷ്ടമില്ല ഇടാം. ചമ്മന്തി പകരം വേണമെങ്കിൽ നമുക്ക് വല്ല സ്വീറ്റും ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇഡലി മാവ് റെഡിയാക്കി എടുക്കാൻ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ഉലുവ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉഴുന്ന് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അരിയാണ് അരച്ചെടുക്കുന്നത്. 2 കപ്പ് പച്ചരിയും 1/2 കപ്പ് ബസ്മതി റൈസും. ബസ്മതി റൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ റേഷൻ അരി ഇട്ട് കൊടുത്താലും മതി. അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അവൽ കഴുകിയെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുത്താലും മതി. അത് നല്ലപോലെ അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്നിലേക്ക് ഇത് അരിയുടെ മാവ് ഒഴിച്ച് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 8-10 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. നോർമൽ സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു 10 മണിക്കൂർ എന്തായാലും വേണം പൊങ്ങി വരാൻ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അരിയും ഉഴുന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു കൊടുത്തതിന് ശേഷം ഒരു 8-10 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. തലേദിവസം വൈകിട്ട് അരച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലേക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ എൻ്റെ ഇഡലി മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേരം തവിയിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകുമ്പോൾ ഇഡലി അത്ര സോഫ്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ കുറച്ച് സമയം മാത്രം കയ്യിലിട്ട് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ഇഡലി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ മാവ് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു 5-6 തവി മാവ് എടുത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് ബ്രൊക്കോളി ഇഡലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത റെഡിമേഡ് റെസിപ്പിയുമായി വരുന്നവരെ ബൈ.